ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും ആഴത്തിൽ അപഗ്രഥിക്കാനും മനസ്സിലാക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായ വിപ്ലവത്തിൻ്റെ ചരിത്രം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു കുടുംബത്തിൻ്റെ ചരിത്രവുമായി അഭേദ്യം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. ഹസ്മോണിയൻ കുടുംബം എന്നാണ് അവരറിയപ്പെടുന്നത്. ഹസ്മോണിയൻ കുടുംബത്തിലെ ഒരു പിതാവ് മത്താത്തിയാസ് എന്ന പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ, അവരുടെ നേതൃത്വത്തിൽ സെലൂക്യർക്കെതിരെ, യവനർക്കെതിരെ, അന്ത്യോക്യസ് എപ്പിഫാനസ് നാലാമൻ എന്ന ദുഷ്ടനായ സെലൂക്യ രാജാവിനെതിരെ, അയാളുടെ പിൻഗാമികൾക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പിൻ്റെ കഥയാണ് മക്കബായ വിപ്ലവത്തിൻ്റെ കഥ. ഈ മക്കബായ വിപ്ലവത്തിന് നാന്ദി കുറിച്ച മത്താത്തിയാസ് പ്രായാധിക്യം മൂലം മരണത്തോടടുത്തപ്പോൾ തൻ്റെ ശയ്യയുടെ അടുത്തേക്ക് പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞു, എൻ്റെ മരണത്തിന് ശേഷം സൈനിക നടപടികൾക്ക് നേതൃത്വം നൽകേണ്ടത് യൂദാസ് മക്കബേയൂസാണ്. അങ്ങനെ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിലാണ് പിന്നീടുള്ള മക്കബായ പോരാട്ടങ്ങളെല്ലാം നടന്നത്. ഒരു സിംഹക്കുട്ടിയെപ്പോലെ യൂദാസ് മക്കബേയൂസ് നിരവധി സൈനിക നേതാക്കന്മാരോടും സൈനികരോടും ഏറ്റുമുട്ടി. മിക്കവാറും എല്ലാ ഏറ്റുമുട്ടലുകളിലും വിജയം യൂദാസിൻ്റെ ഒപ്പമായിരുന്നു. എന്നാൽ ഇതാ യൂദാസ് മക്കബേയൂസ് എന്ന മക്കബായ വിപ്ലവത്തിലെ നായകൻ ഒരു യുദ്ധത്തിൽ പരാജയമടയുകയാണ്. ആ യുദ്ധം അയാളുടെ ജീവിതത്തിലെ അവസാനത്തെ യുദ്ധമായി തീരുകയാണ്. അൽക്കിമൂസ് എന്ന പ്രധാന പുരോഹിതൻ്റെയും ബക്കിദസ് എന്ന പ്രവിശ്യ ഗവർണറുടെയും നേതൃത്വത്തിൽ 100,000-ലധികം വരുന്ന സെലൂക്യ സൈന്യം ഒരു ഭാഗത്ത്, കേവലം 800 പേർ മാത്രമുള്ള മക്കബായരുടെ സൈന്യവും അവരുടെ നേതാവായ യൂദാസും മറുഭാഗത്ത്. ഇവർ തമ്മിലുള്ള യുദ്ധമാണ് ഇനി നടക്കാൻ പോകുന്നത്. തൻ്റെ ഭാഗത്തുണ്ടായിരുന്ന 3000 ധീരയോദ്ധാക്കളിൽ 2200-ഓളം പേർ ഇതിനകം ശത്രു സൈന്യത്തിൻ്റെ വലിപ്പം കണ്ട് ഭയപ്പെട്ട് പിന്തിരിഞ്ഞോടിയിരിക്കുന്നു. തൻ്റെ കൂടെയുള്ളവർ മരണം മുന്നിൽ കണ്ട് തീർച്ചയായും മരിക്കുമെന്ന് ഉറപ്പുള്ള കേവലം 800 പേർ മാത്രമാണ്. ഈ സമയം യൂദാസിൻ്റെ മനസ്സിടിഞ്ഞു എന്നാണ് തിരുവചനം പറയുന്നത്. മനസ്സിടിയുക എന്ന് പറഞ്ഞാൽ പരാജയത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. യൂദാസ് ഈ യുദ്ധത്തിൽ പരാജിതനാകുമെന്ന മുന്നറിയിപ്പാണ് മക്കബായ ഗ്രന്ഥകാരൻ ഇതിലൂടെ നമുക്ക് തരുന്നത്. തീർച്ചയായും യൂദാസിൻ്റെ മനസ്സിടിയുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയൊരു ഭാഗം പലായനം ചെയ്യുകയും കുറേ പേർ
കൊല്ലപ്പെടുകയും ചെയ്തതാണ്. യൂദാസ് മക്കബേയൂസ് പ്രതിസന്ധിയിലായി. എന്നാൽ പെട്ടെന്ന് ഒരു തോൽവി സമ്മതിക്കാൻ അയാൾ ഒരുക്കമായിരുന്നില്ല. അസാധാരണമായ നേതൃഗുണവും അചഞ്ചലമായ ധൈര്യവും കൈമുതലായ വ്യക്തിയായിരുന്നു യൂദാസ് മക്കബേയൂസ്. തന്നോടൊപ്പമുണ്ടായിരുന്ന ചെറിയ ഗണം സൈനികരെ അദ്ദേഹം യുദ്ധസന്നദ്ധരാക്കി. കേവലം 800 പേർ മാത്രമുള്ള ഒരു സൈന്യം 1,00,000 പേരുള്ള സൈന്യവുമായി ഏറ്റുമുട്ടി. ധീരതയോടെ പൊരുതി മരിക്കാൻ അവർ പടക്കളത്തിൽ ഇറങ്ങി. യൂദാസ് അവരോട് പറഞ്ഞ വാക്കുകൾ ഇതാണ്. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്കു വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാകാൻ ഇടയാകരുത്. ഇതുവരെയുള്ള യൂദാസിൻ്റെ സൈനിക നീക്കങ്ങളിലെല്ലാം യൂദാസ് മക്കബേയൂസ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അദ്ദേഹം അത്തരത്തിലൊരു പ്രാർത്ഥന നടത്തുന്നില്ല. പകരം അയാൾ പറയുന്നു, നമ്മുടെ സമയമായെങ്കിൽ, നമ്മൾ മരിക്കാനുള്ള സമയം അടുത്തെങ്കിൽ നമുക്ക് മരിക്കാം. പക്ഷെ അത് പരാജയഭീതിയോടെ ഓടിപ്പോയിക്കൊണ്ടാവരുത്. ധീരതയോടെ ഏറ്റുമുട്ടിക്കൊണ്ട്, ശത്രു സൈന്യത്തോടെ ഏറ്റുമുട്ടിക്കൊണ്ട് നമുക്ക് മരിക്കാം എന്ന വാക്കോടെ യൂദാസും കേവലം 800 പേർ വരുന്ന സൈന്യവും ശത്രുക്കളുടെ നേരെ തിരിയുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ തുടർന്ന് നമുക്ക് വായിക്കാം. അവിടെയാണ് ഈ ധീരനായ പടനായകൻ്റെ മരണം നമ്മൾ മനസ്സിലാക്കുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകം 9-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. സാധിക്കുമെങ്കിൽ നിങ്ങളും വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് എന്നോടൊപ്പം വായനയിൽ പങ്കുചേരുക. ബെക്കിദസിൻ്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളും കൂടെ മുൻനിരയിലേക്ക് നീങ്ങി. ബെക്കിദസ് ദക്ഷിണ പാർശ്വസേനയിലുണ്ടായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെ ഉണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദകോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബെക്കിദസും അവൻ്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിൻ്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോത്തൂസ് മല വരെ ഓടിച്ചു. ദക്ഷിണ പാർശ്വം തകർക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന് യൂദാസിൻ്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലംപതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലംപതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. യൂദാസ് മക്കബേയൂസിൻ്റെ മരണത്തെക്കുറിച്ച് യൂദാസും നിലം പതിച്ചു എന്ന ഒറ്റ വാക്യം മാത്രമാണ് മക്കബായ ഗ്രന്ഥകാരൻ ഇവിടെ നൽകുന്നത്. ഒരുപക്ഷേ റോമക്കാരുമായി സഖ്യത്തിലേർപ്പെട്ടതിന് ശേഷം
ആദ്യമായി നടക്കുന്ന യുദ്ധത്തിൽ തന്നെ മക്കബായരുടെ നായകൻ കൊല്ലപ്പെടുന്നു എന്നത് ഓർക്കുക. റോമക്കാരുടെ സൈനിക സഹായമൊന്നും ഈ സമയം മക്കബായർക്ക് ലഭിക്കുന്നില്ല. ഒരു ഉടമ്പടി നിലവിലുണ്ട്. ശത്രു സൈന്യം ഇതാ ആക്രമിക്കാൻ വരുന്നു. ഒരുപക്ഷെ വിദൂരത്തായിരുന്ന റോമൻ സൈന്യത്തിന് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം. എന്തുമാകട്ടെ, റോമക്കാരുമായി സൈനിക സഖ്യത്തിലേർപ്പെട്ടതിന് ശേഷം നടന്ന ആദ്യ യുദ്ധത്തിൽ മക്കബായരുടെ സൈനിക നേതാവ്, ധീര പോരാളി യൂദാസ് മക്കബേവൂസ് നിലം പതിക്കുകയാണ്. ഒരുപക്ഷെ ഇതൊരു പാഠമാണ്. ദൈവത്തെയാണ് ആത്യന്തികമായി നാം ആശ്രയിക്കേണ്ടത് എന്ന പാഠം. താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി സനാതന മൂല്യങ്ങൾ ബലികഴിക്കാൻ പാടില്ല എന്ന പാഠം. മക്കബായർ അഭയമായി കണ്ട റോമാക്കാർക്ക് ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് നൽകാൻ ഈ സമയം കഴിയുന്നില്ല എന്ന പാഠം. മാത്രവുമല്ല, മക്കബായർ അഭയമായി കണ്ട ഈ റോമാക്കാർ തന്നെയാണ് പിന്നീട് ചരിത്രത്തിൽ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധം അവരെ AD 70 തകർത്തത് എന്ന പാഠം. യൂദാസ് മക്കബേവൂസ് എന്ന ധീരനായകൻ മരണപ്പെട്ടിരിക്കുന്നു. തൻ്റെ ജീവിതം മുഴുവൻ നിലകൊണ്ട ആദർശത്തിനു വേണ്ടി യൂദാസ് മക്കബേവൂസ് പൊരുതി മരിച്ചു. സ്വന്തം ജീവനേക്കാൾ വലുതായി അയാൾ യഹൂദരുടെ സ്വത്വത്തെ സ്നേഹിച്ചു. യുദ്ധത്തിൽ നിന്നും യുദ്ധഭൂമിയിൽ നിന്നും പിന്തിരിഞ്ഞോടി യഹൂദരുടെ അഭിമാനം കളങ്കപ്പെടുത്താൻ യൂദാസ് മക്കബേവൂസ് തയ്യാറായില്ല. സ്വന്തം തീരുമാനങ്ങളെക്കാൾ മതവിശ്വാസത്തെയും മതമൂല്യങ്ങളെയും സ്നേഹിച്ച യൂദാസ് മക്കബേവൂസ് സ്വന്തം രക്തം കൊണ്ട് തൻ്റെ നിലപാടുകൾക്ക് സാക്ഷ്യം നൽകി വിട പറയുകയാണ്. മക്കബായരുടെ വിപ്ലവത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ അധ്യായത്തിന് ഇപ്പോൾ പൂർണ്ണ വിരാമമാകുന്നു. മത്താത്യാസിന് ശേഷം അവരുടെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂദാസ് മക്കബേവൂസ് മരണപ്പെട്ടിരിക്കുന്നു. ഇനി ആരാണ് നേതൃത്വത്തിലേക്ക്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് തുടർന്ന് വരുന്ന ഭാഗം നമുക്ക് നൽകുന്നത്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ജോനാഥനും ശിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദേനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെ ഓർത്തവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിൻ്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിൻ്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവൻ്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്ക് അധികമാണ്. പുതിയ നേതൃത്വം ഉണ്ടാകുന്നതിന് മുൻപ് ജനം യൂദാസ് മക്കബേവൂസിന് വിട നൽകുന്ന രംഗമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ജോനാഥനും ശിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദേനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അതായത് യുദ്ധഭൂമിയിൽ പടക്കളത്തിൽ പൊരുതി വീണ യൂദാസ് മക്കബേവൂസിൻ്റെ ശരീരത്തെ, ശവശരീരത്തെ ശത്രു സൈന്യം അപമാനിക്കുന്നതിന് മുൻപ്, വികൃതമാക്കുന്നതിന് മുൻപ് സഹോദരന്മാർ യൂദാസ് മക്കബേവൂസിൻ്റെ മൃതദേഹം ഇടപെട്ട് എടുത്തുകൊണ്ടുപോകുന്നു.
ഏറ്റവും മാന്യമായ രീതിയിൽ, ആദരണീയമായ രീതിയിൽ അദ്ദേഹത്തെ കബറടക്കുകയാണ്. യൂദാസ് മക്കബേയൂസിൻ്റെ മൃതശരീരം അവർ തങ്ങളുടെ പിതാവിൻ്റെ ഓർമ്മകൾ നിലകൊള്ളുന്ന മൊദൈനിലെ അതേ കല്ലറയിൽ തന്നെയാണ് സംസ്കരിച്ചത്. പിന്നീട് ജോനാഥനും ഇതേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുന്നുണ്ട്. പൂർവികർ അന്തിയുറങ്ങുന്ന കല്ലറയിൽ സംസ്കരിക്കപ്പെടുക എന്നത് യഹൂദർ ശ്രേഷ്ഠമായി കാണുന്ന ഒരു പതിവാണ്, ഒരു പാരമ്പര്യമാണ്. ഉദാഹരണത്തിന് അബ്രാഹം ഹെബ്രോണിൽ അഥവാ മാമ്രയുടെ ഓക്കുമരത്തോട്ടത്തിന് സമീപമുള്ള സ്ഥലത്ത് നിന്ന് വില കൊടുത്ത് വാങ്ങിയ ഇടം, അവിടെയാണ് പൂർവ്വപിതാക്കന്മാരുടെയും പൂർവ്വമാതാക്കളുടെയും എല്ലാം ഓർമ്മകൾ ഉറങ്ങുന്നത്. ഇന്നും ഇസ്രായേലിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇടമാണ് ഹെബ്രോൺ. ഹെബ്രോണിലാണ് അബ്രാഹം തൻ്റെ പ്രിയതമയായ സാറായെ കബറടക്കിയത്. അതേയിടത്താണ് അബ്രാഹത്തെ മക്കൾ കബറടക്കിയത്. അതേയിടത്തിലാണ് ഇസഹാക്കും റബേക്കായും യാക്കോബും റേച്ചലും എല്ലാം അന്തിയുറങ്ങുന്നത്. പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായി കൂടി യഹൂദ പാരമ്പര്യം ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ യൂദാസ് മക്കബേയൂസിന് ലഭിച്ചത് ശ്രേഷ്ഠമായ ഒരു മരിച്ചടക്ക് തന്നെയാണ്. പൂർവികരുടെ കല്ലറയിൽ സംസ്കരിക്കപ്പെടാനുള്ള ഭാഗ്യം അയാൾക്കുണ്ടായി. തുടർന്ന് കുറേ അധികം കാലം ജനം യൂദാസ് മക്കബേയൂസിനെ ഓർത്ത് വിലപിച്ചു. ഇസ്രായേലിൻ്റെ ശക്തനായ നായകൻ എപ്രകാരമാണ് ഇത്തരത്തിൽ നിബന്ധിച്ചത് എന്നോർത്ത് അവർ കരഞ്ഞു. മക്കബായ ഗ്രന്ഥകാരൻ പറയുകയാണ്, യൂദാസ് മക്കബേയൂസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ മുഴുവൻ കാര്യങ്ങളും എഴുതുകയാണെങ്കിൽ അത്രയധികമായതിനാൽ അതിവിടെ രേഖപ്പെടുത്താൻ പോലും സാധ്യമല്ല എന്ന്. യൂദാസ് മക്കബേയൂസിന് വിട നൽകിയതിന് ശേഷം ഇനി ആരാണ് നേതാവ് എന്ന ചോദ്യമാണ്. അതിലേക്ക് നമ്മളിപ്പോൾ വരുന്നു. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 23 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. യൂദാസിൻ്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബെക്കിദസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിൻ്റെ ഭരണ ചുമതല ഏൽപ്പിച്ചു. യൂദാസിൻ്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബെക്കിദസിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിൻ്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥാൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിൻ്റെ മരണത്തിന് ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബെക്കിദസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ട വിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ അവന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥാൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിൻ്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. യൂദാസ് മക്കബേയൂസിൻ്റെ മരണശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തു വന്നു. കാരണം യൂദാസ് മക്കബേയൂസ് എന്ന അതിശക്തനായ നേതാവിൻ്റെ കാലത്ത് പ്രവർത്തിക്കാൻ പോലും സാധിക്കാതെ തങ്ങളുടെ പത്തി അടക്കി വച്ചിരുന്ന എല്ലാ അധർമ്മികളും അവരെല്ലാം ഇപ്പോൾ പുറത്തു വരികയാണ്. യൂദാസിൻ്റെ മരണം മക്കബായർക്കും
അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾക്കും വലിയ ആഘാതമായി മാറുകയും ചെയ്യുന്നു. മക്കബായരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ അവസരം മുതലാക്കി ശത്രുക്കളെല്ലാം ഉണരുന്നു. ബക്കിദസിൻ്റെ നേതൃത്വത്തിലുള്ള സെലൂക്യർ മക്കബായർക്കെല്ലാം എതിരെ തിരിയുന്നു. ബക്കിദസിൻ്റെ കൂടെ അധർമ്മികളായ യഹൂദരും ചേരുന്നു. പോരാത്തതിന് അക്കാലത്ത് ഒരു ക്ഷാമമുണ്ടാവുകയും ഭക്ഷണത്തിന് വേണ്ടി ജനം മുഴുവൻ ബക്കിദസിൻ്റെയും അധർമ്മികളുടെയും പക്ഷം ചേർന്ന് ഇസ്രായേലിൻ്റെ സനാതനമായ മൂല്യങ്ങളെ, തോറായുടെ അനുശാസനങ്ങളെപ്പോലും തള്ളിക്കളയുന്ന വിധത്തിലേക്ക് മാറുകയാണ്. ഈ സമയം ഒരു നേതൃത്വം ആവശ്യമായി വന്നു. അങ്ങനെ ജനം അവരുടെ നേതാവായി ജോനാഥനെ തിരഞ്ഞെടുക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പൊരുതാൻ യൂദാസ് മക്കബേയൂസിന് പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങൾ ഇന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ജനം തിരഞ്ഞെടുത്ത നേതാവായിരുന്നു ജോനാഥൻ. യൂദാസ് മക്കബേയൂസിൻ്റെ ഭരണശേഷം ഏതാണ്ട് 18 വർഷക്കാലം യഹൂദരെ, മക്കബായരെ നയിച്ചത് ജോനാഥനായിരുന്നു. ആരായിരുന്നു ജോനാഥൻ? ജോനാഥൻ യഹൂദ ചരിത്രത്തിലെ ഒരു പ്രധാന വ്യക്തിത്വമാണ്. മക്കബായൻ കുടുംബത്തിലെ അംഗം, യൂദാസ് മക്കബേയൂസിൻ്റെ സഹോദരൻ. യൂദാസ് മക്കബേയൂസിൻ്റെ മരണശേഷം മക്കബായരുടെയും യഹൂദരുടെയും നേതാവ്, പിന്നീട് പ്രധാന പുരോഹിതനായി, ജെറുസലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിതൻ കൂടിയായി അവരോധിക്കപ്പെട്ടയാൾ. ഇദ്ദേഹത്തിൻ്റെ മറ്റു സഹോദരന്മാർ നമുക്കറിയാവുന്നതുപോലെ ശിമയോനും എലയാസറും അവരാനും യോഹന്നാനും ഗദ്ദിയുമായിരുന്നു. ഇവരെല്ലാമാണ് ഹസ്മോണിയൻ രാജവംശത്തിൻ്റെ സ്ഥാപകർ എന്ന് നമുക്ക് പറയാം. ഇവിടെ ഒരു വചനം വളരെ ശ്രദ്ധേയമാണ്. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി, പ്രവാചകന്മാരുടെ കാലത്തിന് ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല എന്ന് മക്കബായ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. പ്രവാചകന്മാരില്ലാത്ത കാലം, അതിനെക്കുറിച്ച് മക്കബായ ഗ്രന്ഥകാരൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് 4-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനത്തിലും 14-ാം അധ്യായത്തിൻ്റെ 41-ലും ഇവിടെയും ഒക്കെ ഇസ്രായേലിൽ പ്രവാചകന്മാരില്ലാതിരുന്ന കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം ചരിത്രത്തിൽ നിന്ന് മലാക്കി പ്രവാചകൻ എന്ന ഇസ്രായേലിൻ്റെ പ്രവാചക പാരമ്പര്യത്തിലെ ഏറ്റവും അവസാനത്തെ പ്രവാചകൻ്റെ കാലത്തിന് ശേഷം പിന്നീട് ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉദയം ചെയ്യുന്നത് 400 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്, സ്നാപക യോഹന്നാൻ എന്ന പ്രവാചകനിലൂടെ. അപ്പോൾ മക്കബായരുടെ കാലം മുഴുവൻ പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തോട് സംസാരിക്കാതിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവഹിതം എന്ത് എന്ന് അറിയാനുള്ള അവസരം പോലും ഇക്കാലത്ത് ജനത്തിന് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ മറ്റൊരു കാര്യം, യൂദാസ് മക്കബേയൂസ് നേതൃത്വത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ യൂദാസ് മക്കബേയൂസിനെ മക്കബായരുടെ നേതാവായി നിയമിക്കുന്നത് തൻ്റെ പിതാവായിരുന്നു, മത്താത്തിയാസ് ആയിരുന്നു എങ്കിൽ ഇവിടെ ജോനാഥനെ നേതാവായി അവരോധിക്കുന്നത് ജനങ്ങളാണ്. അവർ പറയുന്നു, നിന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങനെ ജനത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ജോനാഥൻ രാജാവായി തീരുന്നത്. ജോനാഥൻ പിന്നീട് പ്രധാന പുരോഹിതനുമായി മാറുന്നത്. ഇനിയുള്ള വചനഭാഗത്ത് ജോനാഥൻ്റെ നേതൃത്വത്തിൽ നടന്ന യുദ്ധങ്ങളുടെയും യുദ്ധവിജയങ്ങളുടെയും ഇടയ്ക്ക് സംഭവിക്കുന്ന പരാജയങ്ങളുടെയും ഒക്കെ കഥയാണ് വളരെ വിശാലമായ രീതിയിൽ നമുക്ക് ഈ മക്കബായ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം.